ആലിലും കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഗൂഗിൾ വെബ് ബ്രൗസറിൽ ഇ ഡിസ്ട്രിക്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇ ഡിസ്ട്രിക്ട് കേരള എന്ന് കാണാൻ വേണ്ടി പറ്റും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമുക്ക് നെയിം, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഒരു പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും കിട്ടും. അതുപയോഗിച്ച് നമുക്കിവിടെ സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ക്യാപ്ച കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, സൈൻ ഇൻ കൊടുക്കുക. ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഏതൊരു സർവീസ് ചെയ്യണമെങ്കിലും നമുക്കിതിനകത്തൊരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക, പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ താലൂക്ക്, വില്ലേജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക. അതിനുശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സെലക്ട് വൺ ആണ് കാണുന്നത്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ പേര് വെച്ച് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് ആണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്നാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ജനറൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ യെല്ലോ കളറിൽ കാണുന്ന നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ്, അതായത് നമ്മുടെ ആപ്ലിക്കൻ്റ് എവിടെയാണോ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് വരുന്നത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊടുക്കുക, താലൂക്ക്, വില്ലേജ്. പിന്നെ ചോദിക്കുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും ആണ്. അത് മാൻഡേറ്ററി ആയിട്ട് ഇല്ല കേട്ടോ, വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. അടുത്ത വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. നമുക്ക് SLC ബുക്കിലൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മോളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്ന അലിയാസ് നെയിം, അലിയാസ് അഡ്രസ്സ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ നെയിമിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടും ഒരാളെന്ന് തെളിയിക്കുന്നതിന് നമുക്ക് ഇതിനകത്തോടെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നെയിം ഉണ്ടെങ്കിൽ ആ നെയിം എഴുതി കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സ് മാറ്റം ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏത് ഡോക്യുമെൻറ്റിലാണോ നമുക്ക് ഈ ഡിഫറൻസ് ഉള്ളത് ആ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുക. അതായത് ഡോക്യുമെൻറ്റ് നമ്പർ, ഡോക്യുമെൻറ്റ് ഏതാണെന്ന് കൊടുക്കുക. അതിനുശേഷം ഡോക്യുമെൻ്റ് നമ്പറും കൊടുക്കുക, ഇഷ്യൂവിൻ അതോറിറ്റിയും കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അതോടെ ചെയ്ത് കൊടുക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. ആവശ്യമില്ല, നമുക്കിപ്പോൾ നെയിമിലൊന്നും ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ അഡ്രസ്സിലൊന്നും ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആപ്ലിക്കൻ്റെ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. റിലേഷൻ ഇപ്പോൾ സെൽഫ് ആണെങ്കിൽ സെൽഫ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഫോർവേഡ് ടു നെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സേവ് ആൻഡ് ഫോർവേഡ് തന്നെ കൊടുക്കുക. അപ്പോൾ അടുത്തത് വരുന്നത് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്.
ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് റേഷൻ കാർഡ് വരുന്നുണ്ട്. അപ്പോൾ റേഷൻ കാർഡ് നമ്മൾ നേരത്തെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ല അപ്പോൾ കൊടുത്തിട്ടില്ല എന്നുള്ളവർക്ക് ഇവിടെ റേഷൻ കാർഡിന് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഇവിടെ നമ്പർ എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ പേരിലാണോ റേഷൻ കാർഡ് ഉള്ളത് അതിൻ്റെ നമുക്കിവിടെ ഒരു പോപ്പ് വിൻഡോ വരുന്നതായിരിക്കും. അത് ഓക്കെ കൊടുത്താൽ മതിയാകും. അപ്പോൾ അടുത്ത് വരുന്ന ഇലക്ഷൻ ID കാർഡാണ്. അപ്പോൾ അതിന് നമ്പർ ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുത്താൽ മതിയാവും. അതിനുശേഷം സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് അതുകൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ PDF ഫോർമാറ്റിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 100 KB ആണ് പേജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. PDF തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ ഇമേജ് ടു PDF കൺവേർട്ടറൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമുക്കിവിടെ താഴെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് വേറെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത വരുന്ന പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റിൽ 15 രൂപയൊക്കെയാണ് പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് UPI അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോ ക്ലോസ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഈ ഡിസ്ട്രിക്റ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്താൽ വേണ്ടി മതിയാവും. ചിലപ്പോൾ അത് പോവില്ല. അപ്പോൾ നമുക്ക് ഹോമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻസ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് മൈ ആപ്ലിക്കേഷനടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് അണ്ടർ പ്രോസസ്സിംഗ് ആണോ അപ്രൂവ് ആയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാട്ടുന്നതായിരിക്കും. നമുക്കത് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് പ്രിൻ്റ് എടുത്താൽ മതിയാകും കേട്ടോ. എന്തെങ്കിലും റീസബ്മിറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ടും നമുക്ക് ഇവിടെ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് അണ്ടർ പ്രോസസ്സിംഗ് എന്നായിരിക്കും കാട്ടുക. പക്ഷേ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് ഈ പറഞ്ഞതല്ലാതെ നമുക്ക് വേറെ ഒരു അഡീഷണൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മുടെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉണ്ടോ ഡോക്യുമെൻറ്റ് നെയിം എന്ന് കാണാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് ഏതാണോ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഫയലിനകത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ആയിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ ഏതാണ് ആപ്ലിക്കേഷൻ കൊടുത്തതിനകത്തോട്ട് നമുക്ക് അപ്ലോഡായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.